വെച്ചിട്ടാണ് ഈ ഒരു എള്ളുണ്ട റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പോളം എള്ള് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എള്ള് നമുക്ക് വറുത്തെടുക്കണം. ഇതിൻ്റെ കളർ നല്ലോണം ചേഞ്ച് ആവണ്ട, ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടണം. നല്ലോണം കറുത്ത് പോകരുത്. പിന്നെ ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പൊട്ടിത്തുടങ്ങും. അങ്ങനെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. ഈ ഒരു 1/4 കപ്പ് എള്ളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ മെൽറ്റായി കിട്ടുമ്പം ഒരു നൂൽ പരുവം ആയി കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ മെൽറ്റായിട്ട് നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നൂൽ പരുവം ആയിനോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് 1-2 തുള്ളി ശർക്കര പാനി ഇട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് വെള്ളത്തിലൊന്നും അങ്ങനെ മെൽറ്റാവുന്നില്ല. നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുമ്പം ഒരു ബോളാക്കി പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പരുവാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ള് ചേർത്ത് കൊടുക്കണം. എള്ള് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം ഇതുപോലെ ഒന്ന് ലൂസായ പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉരുള പിടിക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ചെറിയൊരു ചൂടോടെ നമുക്ക് ഉരുള പിടിക്കാൻ തുടങ്ങാം. ഇപ്പം ചെറിയ ചൂടുണ്ട്. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുള പിടിക്കാൻ പറ്റൂല. അപ്പോൾ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കണം. ആ വെള്ളം കയ്യിൽ തടവിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഒരു എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. കൈ നനച്ചെടുക്കണം. കൈ നനച്ചാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം വെറും 3 ചേരുവ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം ഈ ഒരു എള്ളുണ്ടയെല്ലാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്